15 വർഷം മുൻപാണ് മുഹസിനെയും അക്യൂപങ്ചറിസ്റ്റായ ഇബ്രാഹിമും വിവാഹിതരാകുന്നത്. ഇതിനിടെ 7 തവണ മുഹസിന പ്രസവിച്ചു. 6 പ്രസവങ്ങൾ ആശുപത്രിയിൽ വെച്ചായിരുന്നുവെങ്കിലും തുടർ ചികിത്സയോ കുട്ടികൾക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളോ ഇബ്രാഹിം നൽകിയിരുന്നില്ല. ജനുവരി 6-നാണ് എടക്കഴിയൂരിലെ വീട്ടിൽ വെച്ച് മുഹസിനയുടെ 7ാമത്തെ പ്രസവം നടന്നത്. നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണിത്. അതായത് ആ സ്ത്രീക്ക് 37 വയസ്സേ ഉള്ളൂ. ആ സ്ത്രീ 6 പ്രാവശ്യം പ്രസവിച്ചു കഴിഞ്ഞു. 7ാമത്തെ ആ പ്രസവത്തിലോടുകൂടി തന്നെ കുട്ടിയും മരിച്ചു. ആ സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു പരിചരണം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കൊടുക്കാതെ അക്യുപഞ്ചർ രീതിയിൽ ചികിത്സിച്ചുകൊണ്ട് ആ സ്ത്രീ മരിച്ചു എന്നാണ് ബന്ധുക്കൾ അവകാശപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. നമ്മുടെ തന്നെയുള്ള കുറച്ച് ചികിത്സാ രീതികളുണ്ട്. അത് എവിടെ ഇല്ലാത്ത രീതിയിൽ, അതായത് മറ്റുള്ള രാജ്യങ്ങളിലും ഉണ്ട്. അതായത് മറ്റുള്ള രാജ്യത്തിനേക്കൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ആ രാജ്യത്ത് കണ്ടുപിടിച്ച ആ ചികിത്സാ രീതി അതിനേക്കാളും കൂടുതൽ പ്രചാരമുള്ള നമ്മുടെ നാട്ടിലായിരിക്കും. ഇപ്പം അക്യുപഞ്ചർ, ഹോമിയോപ്പതി, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഈ അക്യുപഞ്ചർ ആയാലും ഹോമിയോപ്പതി ആയാലും അതൊരു സൂഡോ സയൻസ് ആണ്. നിങ്ങളൊന്ന് നെറ്റിലോ എന്തെങ്കിലും കാര്യത്തിൽ അടിച്ചു നോക്കിയാൽ മതി. കപടശാസ്ത്രം എന്നാണ് പറയുന്നത്. അതായത് ചികിത്സ എന്ന് പറയുന്നത് എന്താ അറിയാവോ, എവിടെ വെച്ച്, അതായത് ആര് എങ്ങനെ എവിടെ വെച്ച് പരീക്ഷിച്ചാലും ഒരു ഫലം ഉണ്ടാകുന്ന എന്തോ അതാണ് സയൻസ് എന്ന് പറയുന്നത്. അത് എവിടെ വെച്ച് നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടണം. ഈ ആശാപതി ആയാലും ഹോമിയോപ്പതി ആയാലും അതായത് ഈ അക്യുപഞ്ചർ ആയാലും ഇതൊക്കെ ദൈവത്തെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെ പള്ളി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു അസുഖം മാറി നമ്മൾ പറയാറില്ലേ, അതിൻ്റെ ഒരു കറക്റ്റ് രീതി മാത്രമേ ഇതിനകത്തുള്ളൂ. ബേസ്മെന്റ് ഇല്ല ഇവർക്കൊന്നും. ശാസ്ത്രീയമായിട്ടൊരു അടിത്തറ ഇല്ലാതെയാണ് ഈ ചികിത്സാ രീതി മൊത്തം മുന്നോട്ട് പോകുന്നത്. ആ സ്ത്രീ മരിച്ചതിന് ശേഷം ആ ബന്ധുക്കാർ അയാൾക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറയുന്നത്. ഇവര് കേസ് കൊടുക്കേണ്ടത് ഇപ്പോഴാണോ? അതായത് ഒരു സ്ത്രീ 6 തവണ 7 തവണയൊക്കെ പ്രസവം, ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ആലോചിക്കണം. പിന്നെയും നിങ്ങൾ ഇപ്പം ആ സ്ത്രീ മരിച്ചുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ ഈ കേസ് കൊടുക്കാൻ പോകുന്നതല്ലേ? ഒരു സ്ത്രീയുടെ ഒരു ലൈഫ് മൊത്തം പ്രസവിച്ച് മാത്രം കളയാനുള്ളതാണോ? നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം. അപ്പം നിങ്ങളുടെ കുടുംബപരമായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലാണ് ആദ്യം തെറ്റിയിരിക്കുന്നത്. നിങ്ങളൊരു 2 പ്രസവത്തോട് തന്നെ ആ സ്ത്രീയുടെ ആ ഒരു പ്രസവം നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണ്ടേ? അത് ലൈഫിൽ അവർക്ക് വേറൊരു അംബീഷൻ വരും. പ്രസവിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ അവർക്ക് അംബീഷനായിട്ടുള്ളൂ. 7 പ്രസവം, അതായത് പണ്ടത്തെ സ്ത്രീകളൊക്കെ പ്രസവിച്ചുകൊണ്ടിരുന്ന 8ഉം 9ഉം കുട്ടികളെയൊക്കെ. ഇത് 37 വയസ്സിനിടയ്ക്ക് തന്നെ 6 പ്രസവം കഴിഞ്ഞിരിക്കുന്ന ആ സ്ത്രീയുടെ. എന്നിട്ട് ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ആ വീട്ടുകാർ. ആ പെൺവീട്ടുകാർക്കെതിരെയാണ് ആദ്യം കേസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ളവരോടെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് തന്നെ.